ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ സീരീസായ വെഹിക്കിൾ ഹണ്ടിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഏതായാലും ഞാനിന്നൊരു ഹൈവേയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് മോഡലുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ എനിക്കറിയണതിനെ പറ്റി ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിയോഗട്ടിൻ്റെ ഒരു ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഷോറൂം. ഇവിടെ സിട്രൻ്റെ ഒരു മോഡൽ ഡിസാൻ്റെ ഇതൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പിയോഗട്ടിൻ്റെ ഷോറൂമാണ്. എനിക്ക് ഏതായാലും ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് തിരിച്ചു പോകുമ്പോൾ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുള്ളത്. ബൈക്കൊക്കെ കണ്ടില്ലേ. ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ ഷോറൂമുകളുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ബോഡിയുടെ ഒരു മോഡൽ, ടയോട്ട, ബോക്സ് വാഗൻ്റെ ഒരു ഇലക്ട്രിക് മോഡൽ, അങ്ങനെ കുറച്ച് മോഡലൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഹ്യുണ്ടായുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ആദ്യം ഇതിൽ കാണാനുള്ളത് ഐ10 അതായത് നമ്മുടെ അവിടെ ഉള്ള ഗ്രാൻഡ് ഐ10 നിയോസ് എന്നുള്ള മോഡൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഐ20 കാണാം. ഐ20 ഒക്കെ നമ്മുടെ അവിടെ ഉള്ള ആ സെയിം മോഡലാണ്. മാഗ്നറ്റിക് ഐ20, പിന്നെ ട്യൂബ്സ്, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെയാണ്. ഇതാണ് ഹ്യുണ്ടായുടെ ഷോറൂം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫിയറ്റിൻ്റെ ഷോറൂം, അതിനപ്പുറത്ത് സുസുക്കി, അതിൻ്റെ അപ്പുറത്ത് ടൊയോട്ട, അതിനപ്പുറം വോൾവോ, അത് കഴിഞ്ഞിട്ട് ലെക്സസ്. അങ്ങനെ ഇഷ്ടംപോലെ ഷോറൂമുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഞാൻ പതുക്കെ ഇവിടുത്തെ വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഐ10, ഐ20, ഇതൊക്കെ കണ്ട്, പിന്നെ പേരറിയാത്ത 1-2 മോഡലുകളും എടുക്കുന്നുണ്ട്. സുസുക്കിയുടെ ഷോറൂം കുറച്ചുള്ളിലാണ്. അത് കാരണം അവിടെയുള്ള മോഡൽ ഏതാണെന്ന് അറിയില്ല. ഇവിടെ ടൊയോട്ടയുടെ ഐഗോ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലുണ്ട്. ഐഗോ ഇത് അത്യാവശ്യം ഇവിടെ എല്ലാവരുടെ കയ്യിലുള്ള ഒരു മോഡലാണ്. ചെറിയൊരു ഹാച്ച് ബാക്കാണ്, നല്ല ഡിസൈനുള്ളൊരു മോഡലാണ്. ഇതാണ് ടൊയോട്ടയുടെ ഷോറൂം. അതിൻ്റെ അവിടെയുള്ള വാഹനങ്ങളൊക്കെ കാണാം. പറഞ്ഞ പോലെ വോൾവോൻ്റെയും കുറച്ചുള്ളിലേക്കായിട്ടാണുള്ളത്. കാരണം അവിടെയുള്ള മോഡലൊന്നും അധികം നമുക്ക് ക്യാമറയിൽ കിട്ടില്ല. അവിടെ XC40, XC90 ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ലെക്സസ് കാണാം. അത് കുറച്ചും കൂടി റോഡിൻ്റെ അടുത്തായിട്ടാണ്. അത് കാരണം നമുക്ക് അതിൻ്റെ അകത്തുള്ള വണ്ടികളൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഷോറൂമുകളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് റോഡിൽ വരുന്ന വണ്ടികൾ നോക്കാം. അതിലാദ്യം തന്നെ നമുക്ക് ഐ20 ഒരെണ്ണം വരുന്നത് കാണാണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഐ20, പിന്നെ ഫോർഡിൻ്റെ ഒരു മോഡല്, പിന്നെ റേഞ്ച് റോവർ, ഫിയറ്റ് 500, പിന്നെ വേറെ ഏതോ മോഡല്. ഇതിലെനിക്ക് അറിയാത്ത മോഡലുകൾ ഉണ്ടാവും. മിക്ക മോഡലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ ഉള്ള ബ്രാൻഡുകളാണ്. ഫസ്റ്റിലുള്ള ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മോഡലാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മെഴ്സിഡീസിൻ്റെ ഒരു മോഡൽ വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അവിടെ ഇല്ലാത്ത ഒരുപാട് മോഡലുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കാണിക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള മോഡലുകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിൽ മിക്ക മോഡലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതിൽ ചില മോഡലൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ വേറെ പേരിലായിരിക്കും. അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ബസ് തന്നെ കാണാനുണ്ട്, കണ്ടില്ലേ. ഇതാ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ പോലത്തെ ഒരു മോഡലും ഉണ്ട്. അത് എസ്ക്രോസ് ആണ്. ഇവിടെ ഇതിന് എസ്ക്രോസ് എന്നാണ് അറിയുന്നത്. നമ്മളവിടെ ഗ്രാൻഡ് വിറ്റാര ഇറങ്ങണേക്കാളും മുമ്പ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എസ്ക്രോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ പോയത്. പിന്നെ ഇതാ അവിടെ ഡ്രൈവിംഗ് ഓടിക്കുന്ന വണ്ടി കണ്ടില്ലേ. ബെൻസിൻ്റെ മോഡലിലാണ് ഇവിടെ ഡ്രൈവിങ്. പിന്നെ ഹോണ്ടയുടെ ഒരു മോഡൽ. ഇതേ നമ്മുടെ അവിടുത്തെ എലവേറ്റിൻ്റെ ചെറിയൊരു കട്ടുണ്ട്, പക്ഷേ ഇത് HRV ആണ് അവിടുത്തെ ഒരു മോഡൽ.
പഴയ മോഡൽ ഒരു ബെൻസ് പോകുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ ഏതോ ഒരു മോഡൽ പോകുന്നുണ്ട്. പിന്നെ മിനി കൂപ്പർ ഒരെണ്ണം പോകുന്നുണ്ട്, അതിൻ്റെ ബാക്കിലൊരു പിന്നെ ആ വരുന്ന റെഡ് വണ്ടിയില്ലേ, അതാണ് നിസാൻ്റെ ജൂക്ക്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ വന്നിറങ്ങിയപ്പോൾ തൊട്ട് ഇഷ്ടം പോലെ കാണുന്ന ഒരു മോഡലാണ് ആ വേർഡ്. ആ ജൂക്കിൻ്റെ പഴയ മോഡലാണ്. ഈ നിസാൻ്റെ ജൂക്ക് എന്നുള്ള മോഡൽ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന മോഡലുകളിൽ ഒരെണ്ണമാണ് ഈ നിസാൻ ജൂക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചിൻ്റെ ഒക്കെ ഒരു സെഗ്മെൻറ്റ് വരുമായിരിക്കും. പഞ്ചിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് ആണ് ഈ മോഡലിലുള്ളത്. ഇഷ്ടംപോലെ കാണാണ്ട് നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ നല്ല സക്സസ് ആവുമെന്ന് തോന്നുന്ന ഒരു മോഡൽ കൂടിയാണ് നിസാൻ ജൂക്ക്. അത് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കാണാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് മിസ്റ്റർ ബീനിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു ടാക്സി പോകണ കണ്ടല്ലോ, അയാണിക് 5 പോയി. പിന്നെ മെഴ്സിഡസിൻ്റെ ഒരു മോഡൽ ഉണ്ടാവും, ഒരു എസ്റ്റേറ്റ് മോഡൽ. ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ സെക്കൻഡ് ലാസ്റ്റ് എടുക്കുന്ന വണ്ടി ഡസ്റ്ററാണ്. നമ്മുടെ അവിടെ ഉള്ള ഡസ്റ്റർ, ഇവിടെ റെനോ ഡസ്റ്റർ, ഇവിടെ ദേശീയ ഡസ്റ്റർ. മൈക്ര പോകുന്നുണ്ട്, ടെസ്ലയുടെ ഒരു മോഡൽ, ഫോർഡ്, കിയ, ഓഡി, ഹ്യുണ്ടായി, എസ് ക്രോസ്. കറക്റ്റ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ലുക്കില്ല ഇതിന്. പിന്നെ ഈ കാണുന്നതിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ നമ്മുടെ റെനോ ട്രൈബറിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷെ ഇത് ക്യാപ്ചറാ തോന്നുന്നുണ്ട്. അതാ കേട്ടോ, ക്യാപ്ചറാണ്. പിന്നെ നമ്മുടെ ഫോർഡ് ഫിഗോൻ്റെ പോലത്തെ ഒരു മോഡലാണ് നമ്മൾ, ഫോർഡ് ഫീസ്റ്റ. ഒരു അടിപൊളി വണ്ടി ദൂരത്തുനിന്ന് വരുന്നുണ്ട്. ജീപ്പിൻ്റെ മോഡലാണെന്ന് തോന്നുന്നത്. ജീപ്പിൻ്റെ ഏതോ ഒരു പഴയ മോഡലാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ അവിടെ ഗ്രീൻ സിഗ്നൽ വന്നിട്ട് വണ്ടികളൊക്കെ ചറപറ വന്നു തുടങ്ങി. എന്തായാലും ഞാൻ അവിടെ നിൽക്കാം, എന്നിട്ട് ഓരോ മോഡലായിട്ട് കാണിച്ചു തരാം. സ്കോഡ BMW ഒരു മോഡൽ തന്നെ, ലീഫ്, മിനി കൂപ്പർ, ക്യാപ്ചർ, ഫിയറ്റ് ഒന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല. MGയുടെ ഒരു മോഡൽ കൊണ്ട് സ്വിഫ്റ്റ്, നമ്മുടെ നാട്ടിലുള്ള കറക്റ്റ് അതേ ലുക്കുള്ള സ്വിഫ്റ്റ് കണ്ടോ, കറക്റ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫാബിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല, ഫാബിയൊക്കെ നിർത്തി. എന്നാലും ഇവിടെ ഇഷ്ടംപോലെ ഫാബിയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതാ വരുന്നു നമ്മുടെ ഫോർഡിൻ്റെ റാപ്റ്റർ. അതിനുണ്ട് കണ്ടത്, വോൾവോയുടെ XC90. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കറക്റ്റ് അതേ ലുക്കിൽ പോളോ പോകുന്നുണ്ട്. പിന്നെ ടൊയോറ്റയുടെ ഒരു മോഡൽ സ്കോഡ മിത്സുബിഷി. അതാ വണ്ടിയുടെ മുകളിൽ സൈക്കിൾ വെച്ച് പോകുന്നുണ്ട്. കുറച്ച് വണ്ടികളും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ടൊയോട്ടയുടെ ഒരു ഹാച്ച് ബാക്ക് ഐഗോ, അതാണ് കേട്ടോ ഈ പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ മോഡൽ. Audi A3 ഫോർഡ് ഫീസ്റ്റ കിയയുടെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്. അത് സ്പോർട്ടേജാണ് ജൂക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന ഒരു മോഡലാണ് ജൂക്ക്. ആ മെഴ്സിഡസിൻ്റെ ക്ലാസ് പറഞ്ഞ പോകുന്നത്. നിസാൻ ലീഫ്, നിസാൻ മൈക്ര. മൈക്ര നമ്മുടെ നാട്ടിലുള്ള കറക്റ്റ് മൈക്രയുടെ തന്നെ 3 ഡോർ വെർഷനും ഇവിടെ ഉണ്ട്. അത് കുറച്ച് പഴയ മോഡലാണ്.
ഇന്നലെ അവിടെ ഗംഭീര മഴയായിരുന്നു. രാവിലെ തൊട്ടിട്ട് ഫുള്ള് മഴ. അതായത് പോണ ഒരു ഐട്ടൺ, നമ്മുടെ അവിടെ തന്നെ ഫ്ലോയിഡൊക്കെ ഐട്ടൺ മുമ്പത്തെ മോഡല്. ഇതാണ് ഗ്രാൻഡ് വിറ്റാര. ഗ്രാൻഡ് വിറ്റാരല്ല, വിറ്റാര മാത്രമേ ഉള്ളൂ. ഇന്നലെ അവിടെ ഫുള്ള് മഴയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി വരെ മഴ തന്നെയായിരുന്നു. ഇന്നലെ തീരെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ഈ റോട്ടിലൊക്കെ കാണുന്ന ഈ ഇലയും മരത്തിൻ്റെ കൊമ്പും വെള്ളമൊക്കെ ഇന്നലത്തെ മഴ അറിയുന്നു. ഫുൾ ഡേ മഴയാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് മഴ ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു പാലം പോലെയൊക്കെ കാണാനുണ്ട്. പിന്നെ ഒരു ദിവസം പോയി നോക്കാം. അപ്പോൾ ഏതായാലും വണ്ടികളൊക്കെ പോയി തുടങ്ങി. അടുത്ത സെറ്റ് വണ്ടികളവിടെ സിഗ്നലിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ആ വണ്ടികൾ പോകുമ്പോഴേക്ക് പോയാ ഇതാണ് ഞാൻ പറഞ്ഞത്, പഴയ മോഡല്. i20 പോയതാണ്ടില്ല നമ്മളെ ലൈറ്റ് i20 ടെസ്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അവിടെ കുറേ കാണാണ്ടോ. അവിടെ ദൂരെ ഒരു മല പോലെ കുറേ ബിൽഡിങ്ങുകൾ, ആ കുന്നിൻ്റെ അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ അതുവരെയുള്ള ഇന്ന് കുറച്ച് മോഡലുകൾ അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതേ വരുന്നത് വീണ്ടും ജൂക്ക്. ബാക്കിൽ കിയാടെ ഒരു മോഡല്, എനിക്കറിയില്ല. മൈക്ര റേഞ്ച് റോവർ പുതിയ മോഡൽ ജൂക്കാണ് കേട്ടോ. അതാണ് പുതിയ മോഡൽ ജൂക്ക്. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ വണ്ടി ഉണ്ടല്ലേ, Audi A3. പുതിയ മോഡൽ, ലേറ്റസ്റ്റ് മോഡൽ A3യിലാണ് ഡ്രൈവിങ്. എന്താല്ലേ നമ്മുടെയൊക്കെ അവിടെ മാരുതി 800, അംബാസഡർ, സെന്റ്, അതായിരുന്നു പോളോ. ഒരു കൺവേർട്ടബിൾ പോയതാണ്ടല്ലോ, കുറച്ച് പഴയ മോഡലാണ് തോന്നുന്നുണ്ട്. A3യുടെ തന്നെ ഒരെണ്ണം വീണ്ടും പോയി. അത് A1 തോന്നുന്നുണ്ട്, കുറച്ച് ചെറുതായിരുന്നു. അതിന് മുന്നേ പോയത് A3, ലാസ്റ്റ് പോയത് A1 ആണോന്നൊരു സംശയമുണ്ട്. അതാ ബോക്സ്. അതിൻ്റെ പേരെന്തായിരുന്നു, ബീറ്റിൽ നിന്നാണ് തോന്നണം അതിൻ്റെ പേര്, അറിയില്ല കേട്ടോ കറക്റ്റ്. അതിൻ്റെ പേരെന്താണോ കറക്റ്റ് ഓർമ്മയില്ല. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാ വരുന്നത് ടൊയോട്ടയുടെ ഐഗോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നല്ല ലുക്കുള്ളൊരു മോഡലാട്ടത്. കണ്ട, ചെറിയൊരു ഹാച്ച് ബാക്ക്. ഇതൊന്നും നമ്മുടെ അവിടെ എന്താണോ വരാത്തത്, ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ യാരിസിൻ്റെ ഹാച്ച് ബാക്ക് ഉണ്ട്. യാരിസിൻ്റെ വന്നില്ലെങ്കിലും ഈ ഐഗൊക്കെ അവർക്ക് കൊണ്ടുവന്നൂടെ. ജൂക്ക്, പഴയ മോഡൽ ജൂക്ക്. ഇവിടെ ഒരു മൈക്ര കിടക്കുന്നുണ്ട്, കുറച്ച് പഴയ ഒരു മോഡലാട്ടാ. പിന്നെ സ്കോഡ, അത് സ്കോഡയുടെ സർവീസ് സെൻറ്റർ തോന്നുന്നുണ്ട്. പഴയ മോഡൽ മൈക്ര. പക്ഷേ ഇതാ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കറക്റ്റ് ഫ്ലോയിഡിക് ഐട്ടൺ മുമ്പത്തെ മോഡല് XC40 ടൊയോട്ടയുടെ വണ്ടി കൊണ്ടല്ലോ. പിന്നെ ജൂക്ക് കൊണ്ട് ലൈറ്റ് i20 ആണ് അത് പോയത്. ഇവിടെ വെറും i20. പിന്നെ ഹെൻഡയുടെ കോന, അതൊക്കെ നമ്മളവിടെ ഉള്ള പോലെ തന്നെ. അതായത് പോണോ ഡസ്റ്റർ. ഇവിടെ ഡൈസിയ ഡസ്റ്റർ XC40. പിന്നെ ഒരു മാഗോ ഉണ്ട്, ഇഷ്ടം പോലെ വണ്ടികളിങ്ങനെ പോകണ്ടേ. അതിലെനിക്ക് അറിയണതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്.
പെട്രോൾ അടിക്കണത് ഒരു ഗോൾഫാണ്. ഇവിടെ ഒരു 3 സീരീസ് ഉണ്ട്. സെലേരിയോ പോയി. ഈ റൂട്ടിന് കുറേ ഐറ്റം കാണാണ്ട് ഫ്ലോയിഡൊക്കെ ഐറ്റം. എൻ്റെ ഏരിയയിലൊക്കെ ഐറ്റം കുറവാണ്. കിയാഡറിൽ ഇലക്ട്രിക്, അതേപോലെ XC40, ഒരു വാൻ പോണ്ട് ബെൻസിൻ്റെ, ഔഡി, ഒരു മഞ്ഞ മിനി കൂപ്പർ പോയി ആ ഗ്യാപ്പിൽ. പോളോ ഒന്നും ഒരു വ്യത്യാസമില്ല. പിന്നെ ആ പോണതാണ് ടൊയോട്ടയുടെ CHR. ഇതേ പോണ ജൂക്ക്, സാൻഡ്രോ, റെഡ് സാൻഡ്രോ, പഴയ മോഡൽ സാൻഡ്രോ സിംഗ് ഇല്ല നമ്മുടെ അവിടുത്തെ, അതാണ് ആ പോണത്. BMW GS, ഫോർഡ് രൂപ. ഫോർഡിൻ്റെ ഇഷ്ടം പോലെ മോഡലുകളുണ്ട് ഇവിടെ. നമ്മുടെ അവിടെയൊക്കെ ഇതിലേതെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുവരാണെങ്കിൽ ഫോർഡിനെ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റിയിരുന്നു. എന്താ നമ്മുടെ അവിടെ എല്ലാ കമ്പനികൾക്കും വണ്ടി ഇറക്കാത്തിരി പ്രയാസമാണ്. അവിടെ ഒരു മഞ്ഞ വേഗം എടുക്കുന്നുണ്ടല്ലോ ബോക്സ് വാഗൻ്റെ. അതിൻ്റെ മുമ്പിൽ റിഡ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ സ്പ്ലാഷ് എന്നാണ് പേര്. അവിടെ ഉണ്ടായിരുന്ന കറക്റ്റ് നോക്കി, കറക്റ്റ് റിഡ്സിൻ്റെ ലുക്ക്. പേര് സ്പ്ലാഷ്. ഇതേപോലെ വൈറ്റ് കണ്ട. വീണ്ടും ചോക്ക് സിട്രൻ്റെ ഒരു മോഡൽ C3 ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ദൂരത്തുനിന്നൊരു ടെസ്ല വരുന്നുണ്ട്. അപ്പുറത്ത് കൂടെ ഇഷ്ടം പോലെ വണ്ടിയാണ് കേട്ടോ. ആ പോകുന്നൊരു Fiat 500, Audi A3, ടെസ്ല അതാ പോകണം. പിന്നെ C3 കിയയുടെ അതിനെന്താ പിക്കാൻഡോ ഉണ്ടോ അതൊരെണ്ണം പോയി. പിന്നെ അതേതാ അത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അത് കറുത്ത മോഡൽ പോയത് ഞാൻ ആദ്യമായിട്ട് കാണാം. പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഒഴിഞ്ഞ ഏരിയക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഏതായാലും പാർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് മോഡലുകളെ കാണിച്ചു തരാം. ഫീസ്റ്റയുടെ ഒരു ഹാച്ച് ബാക്ക്, ഫോർഡ് ഫീസ്റ്റ ഹാച്ച് ബാക്ക്, പോളോ, മിനി കൂപ്പർ, ഇപ്പുറത്താണെങ്കിൽ പഴയ മോഡലായിരിക്കോ, ഫാബിയ, ഇനി വ്യൂഗഡിൻ്റെ ഒരു മോഡല്. അതിന് മുമ്പിൽ ഇവിടെ ഡസ്റ്റർ കിടക്കുന്നുണ്ട്. ഡസ്റ്റർ അല്ല അത്, വേറെന്തോ സാധനം തോന്നുന്നുണ്ട്. റെനോടെ തന്നെയാണ്, വേറെന്തോ ഒരു പേരാണ് കാണാനുള്ളത്. പിന്നെ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഔഡിയുടെ ഒരു മോഡൽ എടുക്കുന്നുണ്ട്. അത് ഏതാ മോഡൽ എനിക്കറിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇറങ്ങിയില്ല ഒരു സ്വിഫ്റ്റ്, അതാണ് എടുക്കണം. ഇവിടുത്തെ നമ്പർ പ്ലേറ്റുകൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ബാക്കിൽ യെല്ലോ കളറും ഫ്രണ്ടിൽ വെള്ള കളറാണ് നമ്പർ പ്ലേറ്റിന്. ഒരു Fiat 500 ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ റെയറായിട്ട് കാണുന്ന ഒരു മോഡലാണ് Fiat 500. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്, അതായത് വെഹിക്കിൾ ഹണ്ടിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളേതായാലും ഇതുപോലുള്ള ഈ സീരീസ് ഏതായാലും കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യും വെഹിക്കിൾ ഹണ്ട്. കാരണം ഇഷ്ടംപോലെ മോഡലുകളുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.